സെൻട്രൽ ക്യാരക്ടറാണ്, ഹീറോ ആണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് ആലോചിച്ചേനെ. അവന് ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് എൻ്റെ കയ്യാണ്. ഫിലിം ഓപ്പണിംഗ് എന്ന് പറയുന്നത് അത് പിന്നെ ആരും മറക്കില്ല. അതിൻ്റെ ക്ലൈമാക്സ് വരെ ഉണ്ട്. അന്ന് ഇങ്ങനെ പിടിക്കുന്ന ഇതൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ട് പിടിക്കും കേട്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഇങ്ങനെ ഈ പിടിക്കുന്ന കൂട്ടത്തിൽ നാക്കം കൊണ്ടിട്ട് എൻ്റെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ചോര കാണുന്നത് നല്ലതാണ്, ആദ്യം ചോര കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടും ഉണ്ട്. പല കഥാപാത്രങ്ങളും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ നമ്മൾ വിചാരിക്കാതെ വന്നിട്ടുണ്ടാവാം. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? വിചാരിക്കാതെ എന്നാൾ ചെയ്യേണ്ടത് എനിക്ക് വന്നത്, അല്ലെങ്കിൽ എൻ്റെത് വേറെ ആൾക്ക് പോയത്, അങ്ങനെ ഉണ്ടോ ഏതെങ്കിലും സിനിമ? തലപ്പാവ് വേറെ ആരോ ഉദ്ദേശിച്ചിരുന്ന ക്യാരക്ടർ. തലപ്പാവ് ഇതുപോലെ തന്നെ എനിക്ക് വിളി വന്നത്. എനിക്ക് എൻ്റെ അടുത്ത് അവർ 2 ഷെഡ്യൂളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 2 ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ഒന്ന് കാവാലും ഒക്കെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ, പിന്നെ ഈ നേരിയമംഗലം കോതമംഗലം. അപ്പോൾ അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് കാവാലത്ത് വരുമ്പോഴായിരുന്നു എനിക്കൊരു 2 ദിവസം പറഞ്ഞത്. അതും ഇതുപോലെ വേറെ എന്തോ അസൗകര്യം വന്നിട്ട് ആരോ ചെയ്യാനിരുന്ന സാധനത്തിന് ഒരു കഥാപാത്രം പെട്ടെന്ന് എന്ന് കയറിക്കണമെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നപ്പോഴാണ് ആ കഥാപാത്രം ചെയ്യുന്നത്. അത് ശരിക്കും വേറെ ആരോ ചെയ്യാനിരുന്നതാണ്. എൻ്റെ ക്യാരക്ടർ വേറെ ആയിരുന്നു അവരുദ്ദേശിച്ചിരുന്നത്. ആ കുട്ടനാട് വരുമ്പോഴേ ആ എപ്പിസോഡിലേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് നേരത്തെ അറിയിപ്പ് കിട്ടിയിരുന്നത്. അത് കഴിഞ്ഞ് എന്തോ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലണമെന്ന് പറഞ്ഞു. ക്യാരക്ടർ എന്തോ ചേഞ്ച് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ കയറി പോയതാണ്. ആമേൻ ഞാൻ പകരക്കാരനായിരുന്നു. അത് വേറെ ആരോ ചെയ്യാനിരുന്ന, എനിക്ക് മാറി കയറി വന്ന പ്രേമം. അതും വേറെ ആരോ ചോദിച്ചപ്പോൾ അവർക്ക് നായകൻ്റെ അടി കൊള്ളുന്നു, പിന്നെ രണ്ടാമത് 2 സീനേ ഉള്ളൂ. അപ്പോൾ അത് ആരോ ചെയ്യാന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അല്ല, അതാ പറഞ്ഞത്, പ്രേമത്തിലാണെങ്കിലും കുറച്ച് സമയമേ ഉള്ളൂവെങ്കിൽ പോലും ആ ഒരു ചൊറിയൻ എന്താണ് പ്യൂണല്ലേ, പ്യൂണായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകർ കാണുന്ന അല്ലെങ്കിൽ ഓർത്തെടുക്കുന്ന എനിക്ക് എൻ്റെ അടുത്ത് ആൾക്കാർ പ്രേക്ഷകർ സംസാരിക്കുന്നവർ ഈ ചിത്രങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ കഥാപാത്രങ്ങളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പ്രേമത്തിൽ മഹേഷിൻ്റെ പ്രതികാരം, ആമേൻ, തലപ്പാവ് എല്ലാം പറയാം. അതാ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ചേട്ടൻ്റെ പേരറിയില്ലെങ്കിൽ പോലും ഈ സിനിമകൾ ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് ചേട്ടൻ അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമേ ഉണ്ടായിട്ടുണ്ടാവും. ജോയ് ചേട്ടൻ വിഷക്കല്ലേ എന്നേ വിളിക്കത്തുള്ളൂ. വിഷക്കല്ലേ, അതാണ് ആ ഒരു ഇമ്പാക്റ്റ് അല്ലേ. പിന്നെ ഇപ്പം ചൊറിയൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു, പക്ഷെ ദൃശ്യത്തിന്റെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അല്ലേ? ദൃശ്യവും ഞാൻ പകരക്കാരനാണ്. അതെന്തോ ഈ കോവിഡിന്റെ സമയം ആയതുകൊണ്ട് 60 വയസ്സിന് മേലുള്ള ഒരു യാത്ര ചെയ്യരുത്, പൊതു ഇടത്തിറങ്ങരുത് എന്നൊക്കെ ഒരു നിയമം ഉണ്ടായല്ലോ. അപ്പോൾ ചേട്ടന് പറഞ്ഞു വരുന്നത് ചേട്ടന് 60 വയസ്സ് എന്നുള്ളത് ഇല്ല 60 വയസ്സിന് മേലുണ്ടെന്ന്, അങ്ങനെ ഒരു പുറത്തിറങ്ങരുതെന്നൊക്കെ അന്ന് പറഞ്ഞത് റെസ്ട്രിക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യാൻ ആരോ ഒരാളെ വെച്ചിരുന്ന അദ്ദേഹത്തിന് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ പോയി ചെയ്തത്. അത് പക്ഷേ എനിക്ക് ഏറ്റവും വളരെ സ്ക്രീൻ സ്പേസ് കുറവുള്ള ഒരു കഥാപാത്രമായിരുന്നു. പക്ഷേ കുറച്ച് മൊണ്ടാഷും ആ പടം ഒറ്റ സീനും. പക്ഷേങ്കിൽ എനിക്കന്ന് ഇത് ഒന്നാമത് OTT-ൽ ലോകത്തുള്ള സകല മലയാളികളും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. കാര്യം ദൃശ്യം ആദ്യത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവരൊരു 10 മണി തൊട്ട് ഇങ്ങനെ ലോഡായിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നത്. പലരും പറയുകയും ചെയ്തു. അങ്ങനെ ഇത് അവർ നേരത്തെ പറഞ്ഞ സമയത്തിൽ എന്തോ 1 മണിക്കൂർ മുമ്പേ അങ്ങോട്ട് ഇത് ലോഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തൊട്ട് ആൾക്കാർ വ്യൂ ചെയ്യുന്നു. അപ്പോൾ ഒരു രാത്രി അർദ്ധരാത്രിയൊക്കെ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അങ്ങനെ 2-3 മണി തൊട്ട് നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട് ഫോണിൽ. അപ്പം നമ്മൾ അറിയുന്നില്ല, ഓർക്കാലും. രാവിലെ ഞാൻ എടുത്ത് ഫോൺ നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് മെസ്സേജസ്. പടം കണ്ടു ഭയങ്കര തകർത്തെന്നുള്ള. അത് ഒന്നാമത് OTT ആയാണ് ഒറ്റയടിക്ക് ലോകം മുഴുവൻ കണ്ടു. അപ്പം ഇപ്പം 9:30 ആയപ്പോൾ തൊട്ട് വിളിക്കാൻ തുടങ്ങിയവർ. ഞങ്ങൾ രാത്രി കണ്ടു. അപ്പം ഉറക്കമായിരിക്കല്ലോ എന്നും കൊണ്ട് വിളിക്കാൻ ഞാൻ നേരെ കിടന്നുറങ്ങിയോ? ഞാൻ കണ്ടില്ല. ഇല്ല, ഞാൻ അന്നേരം കണ്ടിട്ടില്ല. അന്ന് കണ്ടില്ലേ? അന്നേ കാണാനുള്ളൊരു കണ്ടില്ല. ഞാൻ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോ സെറ്റ് പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. ഞാനത് കഴിഞ്ഞിട്ടാണ് പടം കണ്ടത്.
ഫസ്റ്റ് ഒന്ന് കണ്ടോട്ട് എല്ലാവരും കണ്ടിട്ട് എന്താ വരുന്നത് അറിയാമല്ലോ. പക്ഷെ അതിനകത്ത് ഉള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് കുട്ടിയെ ഇങ്ങനെ ജനം ഒന്ന് ഏറ്റെടുത്തിരിക്കുകയല്ലേ, പ്രത്യേകിച്ച് ലാലേട്ടൻ. അപ്പോൾ ജോർജ് കുട്ടി ശരിക്കും ഈ കുഴിവെട്ടുകാരൻ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ജോർജ് കുട്ടി ആകെ പ്രശ്നമായി പോയതിനെന്നുള്ളൊരു ഫീല് ജനത്തിന് അങ്ങ് പലരും പല രീതിയിലല്ലേ ഈ സിനിമ ആസ്വദിക്കുന്നത്. അപ്പോൾ അവർക്കങ്ങ് നെഞ്ചി കയറിപ്പോയി ഡയറക്ടർ. ജോർജ് കുട്ടി ആൾ അന്യായിട്ട് സഹായിച്ചില്ലെങ്കിൽ ജോർജ് കുട്ടി അകത്ത് ആ സ്നേഹം എന്നോട് എൻ്റെ ക്യാരക്ടറിനോട് അങ്ങ് കയറിയിട്ട് അതന്നെ എവിടെല്ലാം കൊണ്ടെത്തിച്ചെന്നറിയോ ആൾക്കാർ. അതുപോലെ പ്രേക്ഷകരെ ഏറ്റെടുത്തു അവസാനം. ഇപ്പോഴും അത് തന്നെ പറയുന്നുണ്ട്. ഈ ജിത്തു സാറാണെങ്കിൽ തന്നെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയൊക്കെ വളരെ രസമായിരിക്കില്ലേ? എങ്ങനെയായിരുന്നു ഇങ്ങനെ? എൻ്റെ അടുത്ത് ഇത്രയും സാധനം പറഞ്ഞു, ഇതിൻ്റെ അന്നേരത്തെ ആ ഒരു സാധനം പുള്ളി പെട്ടെന്ന് കൺവിൻസ് ചെയ്ത്, എനിക്ക് പെട്ടെന്ന് കൺവിൻസ് ആയി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ കഥ മൊത്തം പറയണ്ടേ? കാരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ഇങ്ങോട്ടേക്ക് അങ്ങനൊന്നും പറയത്തില്ല. ഇല്ല, ക്യാരക്ടർ മാത്രമേ അത് ആ സാധനം മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്ന ഒരു ഫ്ലാഷ് എനിക്കതറിയേണ്ട കാര്യമില്ല. അല്ല, അതിലൊരു ഫ്ലാഷ് ബാക്കിന്റെ കാര്യം പറയുന്നില്ല, അതായത് മകളെ ഹെൽപ്പ് ചെയ്തു പഠിക്കാനായിട്ട് അല്ലേ? അപ്പൊ പക്ഷെ നമ്മൾ ചില പ്രേക്ഷകർ ഇങ്ങനെ വിചാരിച്ചത് ഈ കോടതിയിൽ നിൽക്കുന്ന അഡ്വക്കേറ്റ് ആണ് ഈ മകൾ ഉണ്ടാക്കുന്നത് എന്നാണ്. പക്ഷെ ആ മകൾ ആരാണെന്ന് പറയുന്നുണ്ടോ? ദൃശ്യം 3-ലാണോ? അല്ല, അങ്ങനെയാണോ? അപ്പൊ മകൾ ആരാന്നുള്ള റിവീൽ ചെയ്യുന്നില്ല ആ സിനിമയില്? ഇല്ല. ഓക്കെ. അപ്പൊ ദൃശ്യത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് അതായിരുന്നല്ലേ? ഇപ്പോഴും അതുണ്ട്. ഇപ്പോഴും ഇപ്പം ചിലപ്പോൾ OTT ഇപ്പം കാണുന്ന ആൾക്കാരും കാണും. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ അടുത്ത ദിവസം ഒന്ന് വാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് പിന്നെയും അത് റീകളക്ട് ചെയ്യില്ല. മനസ്സിലായി. ഇപ്പോൾ സത്യൻ അന്തിക്കാട് ഡയറക്ടർ, ഫാമിലി ഡയറക്ടറാണ്, ഫാമിലി മാൻ എന്നുള്ള ഒരു റോളിൽ പുള്ളി ഡയറക്ഷൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിയായിട്ട് വർക്ക് ചെയ്യാൻ എങ്ങനെയാണ് അദ്ദേഹമായിട്ട്? ഞാൻ എൻ്റെ കോളേജ് സ്കൂൾ കാലഘട്ടത്തിൽ എനിക്കൊന്ന് സത്യേട്ടൻ്റെ ഒരു പടം കണ്ടേ മിസ് ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ ഫസ്റ്റ് ഫിലിം എന്തോ കണ്ടു മിസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ സിനിമയും ഒന്നിലധികം തവണ കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, എല്ലാ സിനിമകളും ഞാൻ എല്ലാ ദിവസവും സിനിമ കാണുന്ന ആളായിരുന്നു. കോളേജ് സ്റ്റഡി ടൈമിൽ, മീൻസ് അതായത് എൻ്റെ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ. അപ്പം അത് കണ്ട സിനിമ തന്നെ വീണ്ടും കണ്ടിട്ടുണ്ട് ധാരാളം. സത്യേട്ടൻ്റെ ഒക്കെ ഒരു കാലത്തെ പടങ്ങൾ, ഇപ്പം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അല്ലെങ്കിൽ TP ബാലഗോപാലൻ MA എന്നൊക്കെ പറഞ്ഞ പടങ്ങൾ ഞാനൊരു 9 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടാവും തിയേറ്ററിൽ. അന്ന് വേറെ പരിപാടിയൊന്നുമില്ല, തിയേറ്ററിൽ പോവാ സിനിമ കാണുക, പിന്നെയും പോവാ സിനിമ കാണുക, അത് തന്നെ. ഓ, എങ്ങനെയായിരുന്നു വർക്ക് ചെയ്യുമ്പോൾ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയിൽ? അപ്പം ഞാൻ പ്രകാശനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ കുറച്ച് തലപ്പാവ് അല്ലെങ്കിൽ ഭ്രമരം, പളുങ്ക് ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ ചെയ്ത് എൻ്റെ ആ ഒരു പാറ്റേൺ കണ്ടിട്ട് അന്ന് ആൾക്കാർ പറയുമായിരുന്നു സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയ്ക്കകത്തൊക്കെ നിങ്ങൾക്ക് തോന്നാം പുള്ളിയൊക്കെ ഇവിടെയൊക്കെ സിനിമയിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, ഭയങ്കര സ്യൂട്ടബിൾ ആയിരിക്കും എന്നൊക്കെ പറയാം. അദ്ദേഹത്തെ പോയി കാണാമല്ലോ. ഞാൻ കുറച്ച് ഒരു അന്തർമുഖത്തൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. പിന്നെ പുള്ളിയെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇനി ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു മടി അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല, പരിചയപ്പെടാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് എങ്ങനെയോ എനിക്ക് വിളി വന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നേരത്തെ പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. അല്ല അത് കുഴപ്പമില്ല, ഇങ്ങനെ വരുന്നതാണ് അതിൻ്റെ ശരിയെന്ന്. ഞാൻ കണ്ടിട്ടുണ്ട്, സിനിമകളിലൊക്കെ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്, സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പല സിനിമകളും എനിക്ക് ഇഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു അവാർഡ് കിട്ടുന്നത്. ഞാനൊക്കെ ഒരു 8-10 പ്രാവശ്യമൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിനകത്തെ ഡയലോഗ് ഇപ്പം എന്നോട് ചോദിച്ചാൽ കാണാതെ. ശരി, നമ്മൾ ഈ പണ്ടത്തെ എന്നൊക്കെ സിനിമ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളിലൂടെയല്ലേ, അപ്പോൾ വീണ്ടും വീണ്ടും കാണാനായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിനെ കണക്ട് ചെയ്തിട്ട് ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ പണ്ടത്തെ സിനിമ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്, ഒരുപാട് കോമഡി മൂവി, കുറച്ചൊരു കോമഡി അല്ലാത്ത മൂവി ആണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ മൂവിക്ക് അതില്ല, അല്ലെങ്കിൽ കമ്പയർഡ് ടു പണ്ടത്തെ മൂവി റിപ്പീറ്റ് വാല്യൂ ഇല്ലാന്ന് തോന്നുന്നുണ്ടോ ചേട്ടന്? ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമ്പാരിസൺ ഒന്നും ഇല്ല. ഓരോ സിനിമയും ഓരോ രീതിയിൽ, പിന്നെ മാറ്റം ഇല്ലാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാത്തിനും മാറ്റം ഉണ്ടാവും. അത് അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, എല്ലാത്തിനും അതും ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ട് ആ സിനിമയാണോ നല്ലത് ഈ സിനിമയാണോ നല്ലതെന്നൊന്നും പറയാൻ അതൊക്കെ അങ്ങനല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ചേട്ടനാണെങ്കിലും പണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടേഴ്സ് ഇപ്പം ചെയ്യാനായിട്ട് പറ്റുമോ? അതോ പണ്ട് ചെയ്തത് അത് അവിടെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഉള്ളത് പുതിയ രീതിയിൽ പിടിക്കണം, പുതിയ കാലഘട്ടത്തിന് വേണ്ടത് ചെയ്യണം എന്നുള്ള തോട്ടാണോ? ചേട്ടൻ്റെ തോട്ടം എങ്ങനെയാ? ഇല്ല, ഞാൻ ഏകദേശം എൻ്റെ അഭിനയമൊന്നും
ഞാൻ വേറെ മാറി ചെയ്തതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്താണോ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത്, പിന്നെ ഡയറക്ടർ എന്താണോ അവർക്ക് വേണ്ടത് അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലേ. ഓക്കെ. ഞാൻ ഒരിക്കലും ഒരു മുൻവിധിയോടെയും ഒരു ക്യാരക്ടറിനെ ശ്രമിക്കാറില്ല. ഇല്ല. ഇല്ല. ടോട്ടാലിറ്റി എന്ന് പറയുന്നത് ഡയറക്ടറുടെ തീരുമാനമല്ല. ഡയറക്ടർ തീരുമാനിക്കും. ഞാൻ അങ്ങനെ ഒരു പ്രത്യേക മോൾഡിലേക്കൊന്നും കൊണ്ടുപോകത്തില്ല. കാര്യം എനിക്ക് അങ്ങോട്ട് മാറണം ഇങ്ങോട്ട് മാറണം, അവരെന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് അങ്ങനെ ആകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതെ, അങ്ങനെ ഓരോ സിനിമകളിലൂടെയും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. ഇനിയും അതുപോലെയുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ സഹകരിച്ചു. ഇനിയും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, പക്ഷേ കുറച്ച് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. പുതിയ സിനിമയൊക്കെ വരുമ്പോൾ പുതിയ വിശേഷമായിട്ട് വരാം. എന്തായാലും ഇപ്പം മറുവശം തിയേറ്ററിൽ എത്താൻ പോവുകയാണ്. സസ്പെൻസ് ത്രില്ലറാണ്. ശരിക്കും മലയാളി ഓഡിയൻസ് സസ്പെൻസ് ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അവർ ഈ സിനിമയും ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുള്ള അത്രയും കോണ്ടന്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ സിനിമയിലൂടെ. അപ്പോൾ എന്തായാലും വലിയൊരു വിജയമായി തീരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു സോ മച്ച്.